പണ്ടത്തെ ആൾക്കാർ അതേപോലെ മേലേക്ക് പണിയെടുക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ നീ തരുന്ന എന്ത് കുടിക്കാൻ കഴിക്കാൻ ചെയ്താ പോരെ? മതി. മധുരം ഇല്ലാതെ കുടിക്കണം, അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ, ആയിക്കോട്ടെ. അയ്യോ, കാറിപ്പൊളിച്ചോണ്ട് വരുന്നുണ്ട്. ആളും ഉണ്ടല്ലോ കൂടെ. അതെ. കൊള്ളാലോ, ഫ്ലാഗും ഒക്കെ ഉണ്ട് കയ്യിൽ കേട്ടോ. എന്തുവാണ് ഇത്? എന്താ ട്രോഫിയൊക്കെ? ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ച് റെസിഡൻസ് അസോസിയേഷൻ നടത്തിയ പരിപാടികളിൽ പടം വരയ്ക്ക് ലെവക്ക് ഫസ്റ്റ് കിട്ടി, പാട്ട് പാടലിന് ലിവക്ക് ഫസ്റ്റ് കിട്ടി. പൊളിച്ചല്ലോ രണ്ടുപേരും. എന്ത് പടം വരച്ചേ? സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പടം വരയ്ക്കാനാണ് ടോപ്പിക് കൊടുത്തത്. പൊളിച്ചടുക്കില്ലേ? ഇടുക്കി, രണ്ടുപേരും ഇടുക്കിയാട്ടാ. ഉള്ളത് പറയാലോ സീതാമ്മ, എല്ലാ വർഷവും എനിക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും അങ്ങ് സങ്കടമാ. എനിക്ക് ഫസ്റ്റ് കിട്ടുന്നുണ്ട്. യേശോട്ടാ, അടുത്ത പ്രാവശ്യത്തെ മത്സരത്തിനെ ഞാൻ പങ്കെടുക്കുന്നില്ല. ഏതെങ്കിലും കുട്ടികൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിക്കോട്ടെ, അവർക്കും വേണ്ട സന്തോഷം. സീതാമ്മേ, കറക്റ്റല്ലേ ഞാൻ പറഞ്ഞു? പിന്നെ ഭയങ്കര കറക്റ്റ്. അതുമാത്രമല്ല, എനിക്ക് കൊറേ ട്രോഫിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എവിടെ കൊണ്ട് വെക്കും ചേച്ചി? തള്ളിയത് മതി പാറു. പറഞ്ഞാല് മാളൂര് കുറെ നാളായാലും ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. ഇത് എവിടെയായിരുന്നു? എപ്പോഴും വരാൻ തോന്നും, പക്ഷെ കൊറേ പഠിക്കാനുണ്ട്. ഇവിടെ പിന്നെ ഒരാൾക്ക് പഠിക്കാനേ ഇല്ല. ചേട്ടാ, ഞാൻ പഠിക്കാറൊക്കെ ഉണ്ട്. പിന്നെ പഠിക്കാറൊക്കെ ഉണ്ട്. എന്റെ പൊന്നുമകളെ നീ കേൾക്കണം. നമ്മള് ഹിന്ദി പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോ ഞാൻ ചോദിച്ചു, മക്കളെ ഏത് പരീക്ഷയായിരുന്നെന്ന്. ആ, ഹിന്ദി ആയിരുന്നെന്ന് തോന്നണ് എന്ന് പറഞ്ഞോളാ. പോട്ടടാ. ആ ശരി, ഞാൻ ക്ഷമിച്ച്. ചേച്ചി, അപ്പൊ കുറച്ച് കഴിയുമ്പോ മാളുവിന്റെ ഒരു പാട്ടുണ്ടായിരിക്കുന്നതാണ്. ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടിയതല്ലേ? അയ്യോ, ഞാനില്ല. അതിന് നാണിക്കണം എന്തിനാ? നമ്മളെല്ലാരും കൂടാന്ന്. അതെ, പാട്ട് കേക്കണ്ടേ? പാട്ട് പാടണട്ടാ. ഫസ്റ്റ് വാങ്ങിച്ച് വന്നിരിക്കാ രണ്ടുപേരും. കുടിക്കാനെന്തെങ്കിലും കൊടുക്കണേ. വന്ന് എന്നോടല്ല, പിള്ളേരെ വിളിച്ചേ. പിള്ളേരെ ഫസ്റ്റ് മേടിച്ചോണ്ട് പിള്ളേരെ കൊണ്ടുവന്നോ ഞാനല്ലേ? പിടിച്ചോണോ, മുറുകെ പിടിച്ചോണം. എന്താടാ